ഒരുപാട് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ആളാ മാഡം. മീരയുടെ കൊലപാതകയും ഉടനെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി കുറച്ച് ഇടി വാങ്ങി. സാരമില്ല. ഇത്രയൊക്കെ തിരിച്ചറിവുള്ള നിനക്ക് നന്ദൻ എവിടെയാണെന്ന് പറയാൻ വയ്യ അല്ലേ? എനിക്കറിയില്ല മാഡം. ഷൈജൻ, നോ. മുരളി, തമ്പയ്ക്കൂ. എന്നിട്ട് കൂട്ടുപ്രതിയാവാൻ തയ്യാറായിക്കോ. പ്രതിയെ ഒളിവിക്കഴിയാൻ സഹായിച്ചതിന് നീയും അകത്താവും. ഇപ്പൊ പൊയ്ക്കോ. നന്ദൻ പ്രതിയായില്ലല്ലേ മാഡം ഞാൻ കൂട്ടുപ്രതിയാവൂ? നന്ദൻ പ്രതിയാവില്ല മാഡം. കൊലപാതകം ചെയ്യാൻ പോയിട്ട് അങ്ങനൊന്ന് ചിന്തിക്കാൻ പോലും അവനെ കൊണ്ട് പറ്റില്ല. പാവമാണ് മാഡം അവനും ദേവികയും. രണ്ടുപേരും പാവങ്ങളാ. അവനെ ഇടിക്കുന്നതിന് പകരം മാഡം എന്നെ ഇടിച്ചോ. ആ സാധുവിനെ വെറുതെ വിട്. ആരെ ഇടിക്കണം ആരെ ഇടിക്കണ്ടെന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് നേരാ. അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. പിന്നെ മാഡം, പോലീസിന്റെ മർദ്ദനത്തിനെതിരെ ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. മാഡം തന്നെ ഈ കേസ് അന്വേഷിച്ച് പ്രതിയെ കണ്ടെത്തണം. ഞാനും എൻ്റെ അമ്മയെ അനുഭവിച്ചത് അന്വേഷണത്തിൽ ഞങ്ങളുടെ വക സംഭാവനയായിട്ട് കണ്ടോളാം. ശരി മാഡം. ഇത്രയൊക്കെ കൊണ്ടിട്ടും അവനൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. അവനറിയാൻ വഴിയില്ല മാഡം. നമുക്കറിയാനുള്ള വഴിയാണ് മുരളി. നന്ദൻ എവിടെയാണെന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും അവനറിയാം. ചില സൗഹൃദങ്ങൾ അങ്ങനെയാണ് ഷൈജ. മുമ്പൊക്കെ നിമ്മിമോക്ക് പോലീസാകണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോഴും അതെ, നല്ല പോലീസ് ആവണം. ഇനി അങ്ങോട്ട് നന്നായിട്ട് പഠിച്ചോ അല്ലേ നന്ദു? അതെ, മോള് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാവണം കേട്ടോ. അയ്യോ, പോലീസ്! മക്കളെ, ദേ പോലീസ്! മാറിക്കോ. അയ്യോ, നിങ്ങൾ മാറിക്കോ. ആ മുറിയിലോട്ട് പോ. മക്കളെ, ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത്. ആരുമില്ല. എന്റെ കർത്താവേ, എന്റെ കാലും കൈ മറിച്ചിട്ട് പാടില്ലല്ലോ. ആരുമില്ല. അയ്യോ, എന്റെ കർത്താവ്, ഞാൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. എനിക്ക് വയ്യേ. ഞാൻ കിടന്ന് വിളിച്ചു കേട്ടില്ലേ? എസ്തപ്പാൻ എവിടെ? ഇവിടെ ഇല്ല സാറേ, വില്ലേജ് ഓഫീസിൽ പോയതാ. കള്ളം പറയരുത്. അയ്യോ അല്ല, സത്യോ സാറേ. വില്ലേജ് ഓഫീസിൽ ചെന്നാ കാണാൻ പറ്റും. ആ, നിങ്ങൾ ഈ ഗ്രില്ലൊന്ന് തുറന്നേ. തുറക്ക്. ഇത് തുറക്കാൻ. അയ്യോ സാറേ, ഇത് തുറക്കാൻ പറ്റില്ല. അതെന്താ? ഇതിന്റെ താക്കോല് കളഞ്ഞു പോയോ? സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട് ഇവിടെ. ആരെ അകത്തേക്ക് കയറ്റതെന്നാ എസ്തപ്പൻ പറഞ്ഞിരിക്കുന്നേ. ഓഹോ, നിങ്ങളല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? വേറെ ആരും ഇല്ല സാറേ. ആ അലോഷി കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനാ വന്നത്. എനിക്കറിയാമേല സാറേ. എസ്തപ്പൻ വരുമ്പോ തന്നെ സ്റ്റേഷനിലോട്ട് എത്താൻ പറയണം, കേട്ടല്ലോ? ആ, പറയാം സാറേ. എപ്പോഴും പോലീസുകാരുടെ നോട്ടുള്ള വീടായിരിക്കും ഇത്. വെളച്ചിലെടുക്കലെന്ന് പറഞ്ഞേക്കണം. ആ
ഏയ് ശ്ശെ, എന്താ ഗൗരി ഇത്? ശ്ശെ, കരയല്ലേ? ഏയ് ഗൗരി, ഏയ് നീ ഇങ്ങനെ കരയല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. മോനെ എന്താടാ മോനെ, എന്തിനാ നിന്നെ പോലീസുകാർ കൊണ്ടുപോയത്? അത് നന്ദൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അമ്മേ. നിന്നെ അവര് ഉപദ്രവിച്ചോടാ? ഏയ് ഇല്ലമ്മേ. മുഖമൊക്കെ കണ്ടോ കരുവാളിച്ചിരിക്കുന്ന? സത്യം പറ മുരളേട്ട, പോലീസുകാര് തല്ലിയോ? തല്ലിയല്ലേ? അവര് മുരളേട്ടനെ തല്ലിയല്ലേ? എന്റെ ഈശ്വര. ഏയ് ഗൗരി, ഒന്നുമില്ല, നീ കരയാതിരിക്ക. ഗൗരി, നീ ഇങ്ങ് വന്നേ, വാ പറയട്ടെ, വാ. ചെല്ല് മോളെ, ചെല്ല്. വാ അമ്മേ. അമ്മേതോടെ പോവാ? ഞാൻ ചന്ദ്രത്ത് പോവാ. ഏ എന്തിനാ പോകുന്നേ? എനിക്ക് കാണണം അവരെ. ഒരാപത്ത് വന്നിട്ട് സഹായിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയില്ല എന്റെ മോനെ. അമ്മേ, ഒന്നും വേണ്ടമ്മേ. ഇതിപ്പോ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? സിദ്ധാർത്ഥ സാറിനോട് ഇപ്പൊ ചോദിക്കണം. ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. വേണ്ടമ്മേ, മോനെ, ആരോടും ഒന്നും ചോദിക്കണ്ട. അമ്മ വന്നേ, ചെല്ലകത്തേക്ക് പോവൂ. ഗൗരി, മുരളേട്ട, നന്ദനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ പോലീസുകാരോട്? ഏയ് അതിപ്പോ എന്റെ ജീവനെടുത്താൽ ഞാൻ പറയൂ ഗൗരി. നീ വാ. ഹലോ നന്ദ, മുരളിയ. നിന്നെ വിളിക്കാൻ പുതിയൊരു സിം എടുത്തു. ആ, അത് നന്നായി. അല്ല, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലടാ, ഞാൻ സേഫാ, ഹാപ്പി ആയിരിക്കുന്നു. ഇവിടെ നിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ച് ഭ്രാന്ത് പിടിച്ചു. നിനക്കെന്തോ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് ഒരു കോള് വന്നിട്ട് ഞാൻ അവിടെ എത്തിയതായിരുന്നു. എന്നിട്ട് ഒന്നും പറയണ്ടടാ. നിന്നെ ആ വീട്ടിൽ കയറി അന്വേഷിക്കുന്ന സമയത്ത് ഒരു പറ്റം പോലീസുകാർ അങ്ങോട്ട് വന്നു. എന്താ മുരളി ഇവിടെ? ഞാനൊരാളെ കാണാൻ വന്നാ സാറേ. കാണാൻ വന്ന ആൾ ഇവിടെ ഉണ്ടോ? ഇല്ല, സ്ഥലം മാറിപ്പോയെന്ന് തോന്നുന്നു. സാർ, നന്ദൻ നിരപരാധിയാണ്. അതുകൊണ്ട് അവ എവിടെയാണെന്ന് നീ പറയില്ലെന്നാണോ? എനിക്കറിയില്ല സാറേ. നിനക്കറിയില്ലെങ്കിൽ പിന്നെ നീ എവിടെ പോയതാ? അപ്പൊ അത് വസുന്ധരയുടെയും ടീമിന്റെയും ട്രാപ്പായിരുന്നു അല്ലേ? അതെ. അല്ല നന്ദ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ എസ്തപ്പൻ ചേട്ടന്റെ വീട്ടിലാ. അല്ല, ഞാൻ അന്ന് വന്ന വീട്ടിലല്ലേ? നീ വീട്ടിലേക്ക് പോയോ? ഏയ് അല്ലല്ല, പുള്ളിക്കാരന്റെ വീട്ടിൽ തന്നെയാ. അല്ല, അയാളുടെ മോൾക്കെന്തോ സുഖമില്ലെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പറയാനുണ്ടടാ, ഞാനതൊക്കെ നേരിട്ട് പറയാം. വസുന്ധരയ്ക്ക് ആവശ്യം നിന്നെയാ. നീ എവിടെ ഉണ്ടെന്നറിയാനേ എന്നെ കൊണ്ടുപോയത്. നീ ഒരു കാരണവശാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. നിന്നെ പോലീസിന്റെ കൈ കിട്ടിയ കുഴപ്പമാവും. ആ, ഞാൻ ശ്രദ്ധിച്ചോളാം. എടാ, നിനക്കവിടെ സുഖമാണല്ലോ അല്ലേ? സുഖമാണ് മുരളി. അത് കേട്ടാ മതി. അപ്പൊ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ വിളിക്കാം. ശരി. സാർ, ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പ്രകാരം കമ്പനിയുടെ ലയബിലിറ്റികൾ തീർക്കേണ്ട ആൾ സാറാ. ഞങ്ങളുടെ കമ്പനിക്കുള്ള ബാധ്യതകൾ സാറ് തന്നെ തീർക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ ക്യാഷ് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ബലരാമനെ ചെന്ന് കാണും. ഏത് വകുപ്പിൽ ഞങ്ങൾ ബലരാമൻ സാറിനെ കാണാൻ പോകും? അതുകൂടെ പറയും.
കമ്പനിയുടെ ബാധ്യതകളിൽ അദ്ദേഹത്തിന് റോളില്ല. പറഞ്ഞല്ലോ സാർ, ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരും. പിന്നെ ക്യാഷിന്റെ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടേ തിരിച്ചു പോകും. ഞങ്ങളെ വരുത്താതെ അടച്ചു തീർക്കുന്നതാണ് നല്ലത്. ബലരാമൻ അങ്ങള് എന്തൊക്കെയാ നമ്മളോട് കാണിക്കുന്നത്? സിദ്ധു, ഞാൻ പോവാൻ തേവക്കാട്ടേക്ക്. ഞാൻ ചോദിക്കാം, ഞങ്ങളെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേന്ന്. വേണ്ട പ്രഭ. അല്ല സിദ്ധു, ദേവികയ്ക്കെതിരെയുള്ള ദേഷ്യം കൂടെ നമ്മളോട് തീർക്കുന്ന എന്തിനാ? അതെന്തിനും ആവട്ടെ, താൻ അങ്ങോട്ടൊന്നും പോണ്ട. ശരി, ഞാൻ പോകുന്നില്ല. സിദ്ധു ഒരു കാര്യം ചെയ്യും, ദേവിക എവിടെയാണെന്ന് ബലരാമനെ വിളിച്ച് പറയും. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ളവരുടെ ജീവിതം എന്തിനാ ഇല്ലാതാക്കുന്നത്? അമ്മേ, ഇവിടെ ഇപ്പൊ അങ്കിള് മനഃപൂർവ്വമായി നമുക്കെതിരെ ഓരോന്നോരോന്നായിട്ട് പരീക്ഷിക്കുക. ഇപ്പൊ വന്നവരുടെ കമ്പനിന്ന് നമ്മൾ വ്യക്തിപരമായിട്ടല്ലല്ലോ ലോൺ എടുത്തേ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ചെന്ന് ചോദിക്കാമെന്നു. കമ്പനിയുടെ CEO ഞാനൊന്ന് വിളിക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് മതി ഇനി ബാക്കി സംസാരം. കർശന നിർദ്ദേശം കൊടുത്ത സ്റ്റാഫിനെ ചന്ദ്രോത്തേക്ക് അയച്ചിട്ടുള്ളത്. യാതൊരു ദയോ മര്യാദയോ കാണിക്കരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥ സാർ തന്നെ എടുക്കണ്ട. അവൻ നിലവിളിക്കണം. നിലവിളിച്ച് ഇവിടെ എന്റെ മുന്നിൽ സമസ്ത അപരാധങ്ങളും ഏറ്റു പറയണം. അപ്പോഴും ഞാൻ അവന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. പുള്ളി ലീഗലായി മൂവ് ചെയ്താൽ നമ്മളല്പം ബുദ്ധിമുട്ടും. നിങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെയാ ബാധ്യത വരേണ്ടത്. ഇതിപ്പോ ഒരാളുടെ തലയിലേക്ക് മാത്രമാകുമ്പോൾ പ്രശ്നമാകും. നിയമപരമായി നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു നീതി നിയമവും അയാൾ ഈ കുടുംബത്തോടോ എന്റെ മോളോടോ കാണിച്ചിട്ടില്ല. അപ്പൊ പിന്നെ തിരിച്ചും അത് കാണിക്കേണ്ട കാര്യമില്ല. സിദ്ധാർത്ഥൻ സാർ വിളിക്കും. അവൻ ഇനിയും വിളിക്കും, വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നെ വിളിക്കുന്നുണ്ട്, ഞാനെടുക്കില്ല. അവന്റെ മരണവെപ്രാളായി കാണിക്കുന്നേ. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞുകൊണ്ടേയിരിക്കും. പിടഞ്ഞ് അവസാനം നിശ്ചലമാവുന്ന കാഴ്ച കാണാനായിട്ട് ഞാൻ ചന്ദ്രോത്തേക്ക് ചെല്ലും. നന്ദു ഒറ്റയ്ക്ക് ഇപ്പം മടങ്ങണ്ട. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി വരാം. സാറിപ്പോ നാട്ടിൽ പോകുന്നത് അബദ്ധമാവുമെന്നാണ് എന്റെ അഭിപ്രായം. ഇവിടെ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ കഴിയാലോ. എസ്തപ്പൻ ചേട്ടാ പറയുന്ന നേരെ. എനിക്കും ദേവിക്കും ഇത്രയും സുരക്ഷിതമായ ഒരു താവളം മറ്റൊരിടത്തും കിട്ടില്ല. പക്ഷേ അവിടെ കേസന്വേഷണം ഏത് രീതിയിലാ, അവിടുത്തെ അവസ്ഥ എന്താണ്, അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. എല്ലാം അറിയാൻ
അങ്ങോട്ട് പോവുക തന്നെ വേണം. അതും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോണം. ദേവി യാതൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. ശരി, നന്ദു പോന്നൂന്നിരിക്കട്ടെ. പോലീസ് നന്ദുവിനെ സംശയിച്ച് കസ്റ്റഡിയിലെടുത്താലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി അഥവാ അങ്ങനെ നടന്നാലും ഇങ്ങോട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാലോ. പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിക്കുക. ആ അന്വേഷണം ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെ എത്തിയെന്നറിയാൻ ഞാനവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട്. സാറപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പോണം എസ്തപ്പൻ ചേട്ടാ. എസ്തപ്പൻ ചേട്ടൻ അന്ന് എന്നോട് പറഞ്ഞില്ലേ മീരയുടെ കൊലപാതകത്തിൽ മറ്റാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്? അത് ഉറപ്പായിട്ടുണ്ടാവും സാറേ. അതാരാണെന്നൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കാനും അവിടുത്തെ അന്തരീക്ഷം ഒന്ന് അറിയാനും ഒക്കെ ഞാനവിടെ പോണം. ദേവിയുടെ ഒന്നോട്ടെ, ഞാൻ പോയി കാര്യങ്ങളൊന്നും അറിയാം. ഓ, ദേവി, ഞാൻ പോയിട്ട് വരാം. ശരി. എന്നാ ഞാൻ ഇറങ്ങട്ടെ എസ്തപ്പൻ ചേട്ടാ. ഇതെങ്ങനെ ആകട്ടെ സാറേ. അയ്യോ പോലീസ്! അയ്യോ! ഏയ്, നിൽക്കവിടെ. ഭാർഗവി, എങ്ങോട്ടാ ഓടുന്നേ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. സുഖാണോ ഭാർഗവി? ഒരു അതിഥി വരുമ്പോ ഒന്ന് കേറിയിരിക്കാനെങ്കിലും പറയണ്ടേ? അമ്മയാണ്, ആറ്റുകൾ ദേവിയാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ മേഡം. എന്നെ വെറുതെ വിടണം മേഡം. ഞാൻ പാവം. അന്ന് അവിടെ വന്നതിന് ശേഷം കാക്കി കാണുന്നതിന് എനിക്ക് പേടിയാ മേഡം. എന്തിനാ പേടിക്കുന്ന ഭാർഗവി? നമ്മളൊക്കെ സ്ത്രീകളല്ലേ? സ്ത്രീകൾ പേടിക്കാൻ പാടുണ്ടോ? അയ്യോ, എന്താണ് പേടിച്ചിട്ടാ മേഡം. എങ്കി പിന്നെ ഭാർഗവിയോട് ഇനിയൊന്നും ചോദിക്കുന്നില്ല. ഭാർഗവിയുടെ മരുമോളെ വിളിക്കും. ആര്? മരുമോളില്ലേ എന്നുവെച്ചാ ദേവികയല്ല, ഗൗരി. രണ്ടുപേരും മരുമക്കളായിരുന്നല്ലോ അല്ലേ? ചെന്ന് ഗൗരിയെ വിളിച്ചോണ്ട് വാ. ചെല്ല് ഭാർഗവി. മോളെ, 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 മോളെ. എന്താമ്മേ? ആ വസുന്ധര മേഡം മോളെ കാണാൻ വന്നിരിക്കണു. മുൻവശത്തുണ്ട്. മോൾ അങ്ങോട്ട് ചെല്ല്. വേഗം ചെന്നില്ലേ അവരിങ്ങോട്ട് വരും. ഞാനും വരാം. നമസ്കാരം ഗൗരി, ഞാൻ വസുന്ധര. അമ്മായിമ്മ ഞാനും പഴയ പരിചയക്കാരാ. പരിചയപ്പെടലൊക്കെ അമ്മ പറഞ്ഞു. മാഡം എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. മുരളി ഓട്ടം പോയതായിരിക്കും അല്ലേ? എന്താ ഷൈജ ഇത്? ഷൈജൻ അറിഞ്ഞൂടെ? മുരളി ഓട്ടത്തിലാണ്. ത്രൂ ഔട്ട് ഓട്ടത്തില്. ഓട്ടടാ ഓട്ടം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.